ഹലോ, ഇത് ക്രാഫ്റ്റ് വേൾഡ് തന്നെയാണ്. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയെന്നേ ഉള്ളൂ. നമ്മുടെ റൂം മേക്കറുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ടേബിള് ജസ്റ്റ് ഒന്ന് മേക്കർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇങ്ങനെ. നമ്മൾ ഇന്നൊരു ഫോട്ടോ ഫ്രെയിമാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഈ സ്ക്രീനിൽ കാണിച്ച ആ മെഷർമെൻറ്റാണ് നമ്മുടെ A4 ഷീറ്റിലേക്ക് എടുക്കേണ്ടത്. ജസ്റ്റ് അത് കാണിച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് ആ ഏറ്റവും അറ്റത്തുനിന്ന് സൈഡിലേക്ക് 2 സെൻറ്റിമീറ്റർ അധികം എടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കണം. പിന്നെ ഇതുപോലെ ക്രോസ് ആയിട്ട് വരച്ച് ജസ്റ്റ് ആ വീഡിയോയിൽ കാണുമ്പോൾ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. ഇത് ചാർട്ട് പേപ്പറൊക്കെ വെച്ചിട്ട് ആക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കാലം നിൽക്കും കേട്ടോ. ഞാൻ ഇപ്പോൾ ഈസി ആയിട്ട് A4 പേപ്പർ വെച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ആ വരച്ച വരയിലൂടെ ഒന്ന് അമർത്തി സ്കെയിൽ വെച്ചാണ് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലേ അതൊരു ഫിനിഷിങ്ങിൽ കിട്ടും. എന്നിട്ട് അത് ഒട്ടിക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് അതിലേക്ക് ചിത്രങ്ങൾ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ളൊരു ഏതോ ഡിസൈൻ പിൻട്രസ്റ്റ് കണ്ട പോലെയൊന്നും ആയിട്ടില്ല. എന്നാൽ ഏകദേശം എൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ എന്തൊക്കെയൊക്കെയോ വരച്ച് കൂട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ആ വരയ്ക്കുന്നത് മൊത്തം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അറിയുന്നുണ്ടായില്ല. പിന്നെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മൊത്തത്തിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് സ്പീഡിലിട്ട് കാണുമ്പോൾ കുറച്ച് നല്ല രസമുണ്ട്, പക്ഷേ വരയ്ക്കാൻ കുറച്ച് പണിയാണ് ഈ ഒരു ഡിസൈന്. എന്നിട്ട് അത് മൊത്തത്തിൽ വരച്ചിട്ട് പിന്നെ നമുക്ക് അതൊന്ന് ജോയിൻ ചെയ്ത് അത് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇടാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്തെങ്കിലും ചിത്രങ്ങൾ വരച്ചാലും മതി. ഞാനിപ്പം ഇത് ഉണ്ടാക്കാൻ യൂസ് ചെയ്ത എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിൽ കിട്ടുന്നതാണ്. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർ വീട്ടിൽ കത്രികയും പശയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ആ ടൈപ്പ് പശ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പറയണേ. ആ ഒരു ഫെവിക്കോളിൻ്റെ പുതിയ വേർഷൻ ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ ആ ക്യാപ്പ് ഒന്ന് പൊക്കിയിട്ട് അത് ഒഴിച്ചിട്ട് പിന്നെ അത് ഒട്ടും അതിൽ നിന്ന് പശയൊന്നും വേസ്റ്റ് ആവുന്നില്ല. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അധികം അങ്ങനത്തത് തന്നെയാണ് വാങ്ങുക. എന്നിട്ട് അതൊക്കെ എഴുതി സെറ്റാക്കി അതൊന്ന് മടക്കിയ ശേഷം ഒന്നത് കൂട്ടി ഒട്ടിച്ച് കൊടുക്കുക. കൂട്ടിയും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡിയായി. പിന്നെ ഈ 2 ഫ്രെയിം നമ്മൾ മീഷോന്ന് വാങ്ങിച്ചതാണ്, നമ്മുടെ റൂം മേക്കറുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പം ചാനൽ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.